ഹിശാം ബിൻ അബ്ദുൽ മലിക് അമവിയ ഭരണാധികാരിയായ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകനായ ഹിശാം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് ചെന്നു. കഅബാലയം തവാഫ് ചെയ്തു കഴിഞ്ഞ് ഹജറുൽ അസ്വദ് മുത്താൻ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അവിടെ വല്ലാത്ത തിരക്ക് അനുഭവപ്പെട്ടു. ഭരണത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അമവിയ രാജാവിന്റെ മകൻ ഹിശാം ബിൻ അബ്ദുൽ മലിക് അവിടെ എത്തുന്നത്. എന്നാൽ തിരക്ക് കാരണം ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. അത്ര തിരക്കായിരുന്നു അന്ന് ഹജറുൽ അസ്വദിന്റെ അടുത്ത്. തിരക്ക് കാരണം ഹജറുൽ അസ്വദ് മുത്താൻ ഹിശാം ബിൻ അബ്ദുൽ മലിക്കിന് കഴിഞ്ഞില്ല. എന്നാൽ സകല പരിവാരങ്ങളും സകല സൈന്യങ്ങളുമായി പോയ ഹിശാം ബിൻ അബ്ദുൽ മലിക് തന്റെ കൂടെ ഷാമിൽ നിന്ന് വന്ന ആളുകളും അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഷാമിൽ നിന്നും വന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സമയത്തതാ തവാഫ് കഴിഞ്ഞ് ഹജറുൽ അസ്വദ് മുത്തായ നബിയുടെ പേരക്കിടാവ് അഷ്റഫുൽ വറാ മുത്ത് നബിയുടെ പേരക്കുട്ടി അതാ ഹുസൈൻ തങ്ങളുടെ മകൻ സൈനുൽ ആബിദീൻ തങ്ങളതാ കടന്നു വരികയാ. ശറഫുറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മഹമൂദ് വരുന്നുണ്ടല്ലോ. ത്വാഹ ശൗഖോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ. ശറഫുറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മെഹബൂബ് വരുന്നുണ്ടല്ലോ. ത്വാഹ ശൗഖോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ. അറബിലും ബദറേ ആജമിലും ശുഹറേ അറബിലും ബദറേ ആജമിലും ശുഹറേ ആരംഭ തറവാട്ടിൽ ഉദിത്ത നൂറേ ആറ്റലായ അബൂ ത്വാലിബ് എടുത്ത ഹൈറേ. ശറഫുറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മെഹബൂബ് വരുന്നുണ്ടല്ലോ. ത്വാഹ ശൗഖോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ. അറബിലും ബദറേ ആജമിലും ശുഹറേ ആരംഭ തറവാട്ടിൽ ഉദിത്ത നൂറേ ആറ്റലായ അബൂ ത്വാലിബ് എടുത്ത ഹൈറേ. മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൻ സൈനുൽ ആബിദീൻ തങ്ങളാണ് വരുന്നത്. സയ്യിദുനാ സൈനുൽ ആബിദീൻ തങ്ങളെ കണ്ടപ്പോ ആളുകളെല്ലാം മാറി നിൽക്കുകയാണ്. ബഹുമാനത്തോടെ ആദരവോടെ മാറി നിൽക്കുകയാണ്. ഈ രംഗം ഹിശാം ബിൻ അബ്ദുൽ മലിക് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ പരിവാരങ്ങളിൽ ഒരാൾ ചോദിച്ചു, ആരാണതെന്ന് ചോദിച്ചപ്പോ ഹിശാം ബിൻ അബ്ദുൽ മലിക് തനിക്കറിയില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ തലയാട്ടി. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണെന്നറിഞ്ഞാൽ ഹിശാമിന്റെ കൂടെയുള്ള എല്ലാ ആളുകളും അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാവിന്റെ അടുത്തേക്ക് പോകുമെന്ന് ഭയന്ന ഹിശാം അറിയില്ല എന്ന് തലയാട്ടുകയാണ്. ആ സമയത്ത് ഫറസ്തഖ് എന്നൊരാൾ, ഫറസ്തഖ് എന്ന പേരുള്ള നിമിഷ കവി എനിക്കറിയില്ല എന്ന് കേട്ടപ്പോ ഫറസ്തഖിന് അത് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫറസ്തഖ് അതാ വിഷകവിയായ ഫറസ്തഖ് അപ്പോൾ തന്നെ ഒരു കവിത അങ്ങ് പാടുകയാ. ഹാദല്ലദീ തഗ്രിഫുൽ ബത്ഹാഹു വത്ഹതഹു വൽ ബൈതു യസ്രിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഹിശാമേ, നിനക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം,
പക്ഷേ ഈ മക്കയിലെ മണൽത്തരികൾക്കും പരിശുദ്ധമായ ഹറമിന്റെ മണൽത്തരികൾക്കും ഹറമിലുള്ള മണൽത്തരികൾക്കും മുഴുവൻ അറിയാം ഇതാരാണെന്ന്. ആദബിനു ഹൈരീബാ ദില്ലാഹി കുല്ലി മീൻ ആദത്തഖിയുൻ നഖിയുത്വാഹിറുൽ അലമോ. ഇത് അല്ലാഹുവിന്റെ അടിമകളിൽ, അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ സയ്യിദുൽ അംബിയാ ഖൈറുൽ വറാ ഖൈറു ഖൽഖില്ലാ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മകനാണ്. ആദബിനു ഫാത്തിമതൻ അൻ കുല്ല ജാഹിലഹു ബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഹുതിലൂ. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് കേട്ടോ, നിനക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോളായ ഫാത്തിമയുടെ പേരക്കുട്ടിയാണ്. ഫാത്തിമയുടെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സൈനുൽ ആബിദീൻ. അൻകുൻത ജാഹിലഹു, നിനക്കറിയില്ലായിരിക്കാം. വലൈസ ഖൗലുക മൻ ഹാദാ ബിളാഹിരിഹി അൽ അറബു യഗ്രിഫു മൻ അൻഖർത വൽ അജമോ. ഇത് സർവലോകത്തും ആദരിക്കുന്ന, ഇത് സർവലോകത്തെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന അഷ്റഫുൽ വറാ. ഈ ലോകത്തുള്ള സകല മുസൽമാന്റെയും കരളിന്റെ കഷ്ണമായ, നെഞ്ചിന്റെ തുടിപ്പായ, ജീവന്റെ ജീവനായ സയ്യിദുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരക്കിടാവാൻ. ബഹറിന്റെ അക്കരെ പോയി ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടുവെങ്കിൽ, വളർമകളേറെ തിളങ്ങും മദീനയിൽ അന്നു പിറന്നുവെങ്കിൽ. ബഹറിന്റെ അക്കരെ പോയി ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടുവെങ്കിൽ, വളർമകളേറെ തിളങ്ങും മദീനയിൽ അന്നു പിറന്നുവെങ്കിൽ. തിരുപാദമിൽ ചേരാൻ പാതകമെങ്കിലും ഞാനായിരുന്നുവെങ്കിൽ, ജഗസൂര്യവേജികൾ കേൾക്കുന്നൊരു പുഷ്പമായി വിരിഞ്ഞുവെങ്കിൽ, ത്വാഹ തൻ കാലടി ചോട്ടിലെ മൺതരി ഞാനായിരുന്നുവെങ്കിൽ, ആ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ. ബഹറിന്റെ അക്കരെ പോയി ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടുവെങ്കിൽ, വളർമകളേറെ തിളങ്ങും മദീനയിൽ അന്നു പിറന്നുവെങ്കിൽ.